അനന്യതയും വ്യത്യസ്തതയും. യാഥാർത്ഥ്യം അനന്യമാണ്, ഓരോന്നും വ്യത്യസ്തമാണ്. പക്ഷെ ഭാഷ ജനറലാണ്. ഇതാണ് ബർജർ തൊടുന്ന പോയിന്റ്. അതായത് അനുഭവത്തിന്റെ അനന്യത, ഭാഷയുടെ സാമാന്യത. ഈ അനുഭവം ഓരോന്നും യുണീക്കായിരിക്കുകയും യാഥാർത്ഥ്യം പക്ഷേ ഡിഫറൻ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോ യാഥാർത്ഥ്യത്തിന്റെ ഈ വ്യത്യസ്തതയെ, അനന്യതയെ ഭാഷ ഉൾക്കൊള്ളുന്നില്ല. ഭാഷ ഇതിനെ ചേച്ചിപ്പൊഴിച്ച് പുറത്താക്കിയിട്ട് സാമാന്യം മാത്രമായിട്ടാണ് ഭാഷ സംസാരിക്കുക. ഇപ്പൊ ബർജർ പറയുന്ന പോയിന്റ് ഇതാണ്: ഭാഷയിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ അനന്യതയെ ഭാഷ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുന്ന പണിയാണ് കവിത. ഭാഷ തന്നെ യുണീക്നെസ് ഓഫ് ദ റിയലിനെ ക്യാപ്ചർ ചെയ്യാം. ലാംഗ്വേജിലൂടെ തന്നെ. ലാംഗ്വേജ് ട്രൈസ് ടു ക്യാപ്ചർ ദ യുണീക്നെസ് ഓഫ് ദ റിയാലിറ്റി ത്രൂ ദ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. ഭാഷയിലൂടെ തന്നെ അത് തിരിച്ചു പിടിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഭാഷ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സാഹിത്യത്തിന്റെ അടിസ്ഥാന ശേഷി അതാണ്. അത് യാഥാർത്ഥ്യത്തിലെ വൈരുദ്ധ്യങ്ങളെ പിടിച്ചെടുക്കും. ഞാനൊരു ഭയങ്കര ഉദാഹരണം പറയാം. ബഷീർ നാടൻപാട് അലഞ്ഞു തിരിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി തിരിച്ചു വരും. വീട്ടിലൊന്ന് വാതിൽ മുട്ടുന്നു, ഉമ്മ വാതിൽ തുറക്കുന്നു. വാതിൽ വന്നിട്ട് ഉമ്മ ബഷീറിനെ വിളിക്കും, നീയായിരുന്നോ? 7 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. നീയായിരുന്നോ? എന്നിട്ട് ഉമ്മ പറയും, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, നീ കഴിച്ചിട്ട് വരും. അപ്പൊ ബഷീർ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് വരുന്നു, ഉമ്മ എങ്ങനെ? ബഷീർ പറയും, ഉമ്മ പറയും, ഓ ഞാൻ എന്ന് വിളമ്പി വെക്കും. 7 കൊല്ലം കിട്ടാം. 7 കൊല്ലം. ഇങ്ങനെ പറയുന്ന ഉമ്മ പത്തുമയുടെ ആൾക്ക് വേറെ സന്ദർഭത്തിൽ കാണാൻ ബഷീറിനോട് 25 റുപ്യ ചോദിക്കും. പക്ഷെ എന്റെ കാശില്ല. എവിടെന്നോ തപ്പിപ്പിടിച്ച് മുമ്പ് 25 റുപ്യ ഉണ്ടാക്കി ഉമ്മ കൊടുക്കും. അപ്പൊ ഉമ്മ അപ്പുറം മാറിയിരുന്ന് ആലോചിക്കുന്നത്, ഞാൻ എന്തൊരു വണ്ടിയാണ് 100 റുപ്യ ചോദിക്കായിരുന്നു. ഏതുമ്മ? വരാത്ത മകന് വേണ്ടി 7 വർഷവും രാത്രി അത്താഴം വിളമ്പി വെച്ച് കാത്തിരുന്ന അതേ ഉമ്മ തന്നെയാണ് മകനെ പറ്റിച്ച് 100 റുപ്യ മേടിക്കായിരുന്നല്ലോ എന്ന് ആലോചിക്കുന്നത്. വാത്സല്യത്തിലും വഞ്ചന ഉണ്ടാവാം, അഥവാ വഞ്ചനയും വാത്സല്യമാകാം. നിങ്ങൾക്ക് തിയററ്റിക്കലി വാത്സല്യം വഞ്ചനയാവില്ല. വഞ്ചനയുടെ വിപരീതം അതാണ് വാത്സല്യം. അത് ഭാഷയിലാണ്, യാഥാർത്ഥ്യത്തിലാണ്. യാഥാർത്ഥ്യത്തിൽ വാത്സല്യം വഞ്ചനയാകാം. ഡെസ്റ്റിമോണിയുടെ സ്നേഹം മൂത്തിട്ടാണ് മുമ്പിൽ കൊല്ലുന്നത്. പുട്ട് ഓഫ് ദി ലൈറ്റ്, ദെൻ പുട്ട് ഓഫ് ദി ലൈറ്റ്. മുറിയിൽ 2 സ്വിച്ച് ഉണ്ടായിരുന്നു നേരിയ ആളുകളുണ്ട്, വിട്ടു പറയുക. പുട്ട് ഓഫ് ദി ലൈറ്റ്, ദെൻ പുട്ട് ഓഫ് ദി ലൈറ്റ്. അപ്പൊ ഈ ദുരന്ത ദുശങ്ക എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രണയത്തിനുള്ളിൽ തന്നെ പ്രണയത്തിന് ഒരു വിപരീതം ഉണ്ടാവാം. ആശാന്റെ കവിതയിലുണ്ട്, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര കുരുതിക്കുഴിയുന്നു നാരിയ പുരുഷന്മാരുടെ ധീരമാനിത എന്ന് ചിന്താവിഷ്ടയായ സീത